പ്രൈസ് ലോർഡ്. വേദശാസ്ത്രത്തിന്റെ 9ാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വചനം കേൾക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട 8 കാര്യങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 9ാമത്തെ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിനാധാരമായി യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരുമായിരിപ്പീൻ. അപ്പോൾ വചനം കേൾക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട 9ാമത്തെ ഗുണമാണ് നമ്മൾ ഈ വചനത്തെ എന്ത് ചെയ്യണം? അനുസരിക്കുന്നവരായിരിക്കണം. അപ്പൊ ഇവിടെ പറയാണ് വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരുമായിരിക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ വചനം കേൾക്കുമ്പോൾ അത് അനുസരണ പദത്തിലേക്ക് നമ്മൾ എത്തിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു വചനം കേട്ടു, അത് നിങ്ങളുടെ നാവിന് കടിഞ്ഞാണിടണം, അല്ലെങ്കിൽ നിങ്ങളുടെ നാവിനെ സൂക്ഷിക്കണം, വാക്ക് സൂക്ഷിക്കണം. അപ്പൊ ഇത് കേട്ട് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നാവിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കും, കർത്താവ് എനിക്ക് കൃപ നൽകണം, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇടപെടാൻ എന്നെ സഹായിക്കണമേ എന്ന് എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇപ്പം ഓരോ വാക്യം വെച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇനി കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിൽ തന്നെ അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിൽ തന്നെ ചിന്തിപ്പീൻ. അപ്പൊ ഈ വാക്യം വായിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾ അനുസരിക്കേണ്ടത്. അപ്പൊ ഇതുവരെ നമ്മൾ എന്താണ്? ഈ ലോകത്തിലുള്ള കാര്യമാണ് ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഉയരത്തിൽ തന്നെ ചിന്തിപ്പാനുള്ള, ഉയരത്തിൽ തന്നെ അന്വേഷിക്കുവാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട്, അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ നിശ്ചയമായിട്ടും ഉയരത്തുള്ളത് തന്നെയാണ് ചിന്തിക്കേണ്ടത്. പക്ഷെ ഇന്ന് ഈ ലോകത്തുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിപ്പിക്കുകയാണ് പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവിക ചിന്ത വിട്ടുപോകും. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥമായി ദൈവിക ബന്ധത്തിൽ നിൽക്കുവാൻ എന്ത് ചെയ്യത്തില്ല? അവർക്ക് കഴിയത്തില്ല. അപ്പൊ അതുകൊണ്ട് പിശാച് ഇന്ന് ലോകത്തുള്ള പലതിനെ കുറിച്ച് ഇങ്ങനെ എന്ത് ചെയ്യാണ്? ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, വചനം കേൾക്കുമ്പോൾ ആ വചനപ്രകാരം അനുസരിക്കുവാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് ആ വചനം അനുസരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്താണ്? അനുഗ്രഹമായി വരികയുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ തന്നെ എന്താണ്? ചതിക്കുകയാണ് എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് 23-ാം വാക്യം ശ്രദ്ധിക്കാം. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അല്ലെ? ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഇന്ന് കണ്ണാടി നോക്കി, പിന്നെന്താണ്? അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോയി തിരിച്ചു വരുമ്പോൾ വീണ്ടും കണ്ണാടി നോക്കും. 3-4 പ്രാവശ്യം കണ്ണാടിയിൽ ഒരു വശം നോക്കുന്നവരുണ്ട്. അപ്പം അതേപോലെ മാത്രമേ ഉള്ളൂ വചനം കേട്ട് അനുസരിക്കാത്തവൻ. എന്നിട്ട് പറയാണ്, അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നു പോകുന്നു. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നത്? നമ്മുടെ എന്താണ്? കണ്ണാടിയിൽ എന്ത് ചെയ്യുന്നത്? നമ്മൾ നോക്കുന്നത്. അപ്പം അത് മാത്രമല്ല, നമ്മുടെ കുറവുകളെ പരിഹരിക്കുവാൻ വചനം കണ്ണാടിയാണ്. അപ്പൊ നമ്മുടെ കുറവുകളെ പരിഹരിക്കണമെങ്കിൽ വചനമാവുന്ന കണ്ണാടിയിലേക്ക് എന്ത് ചെയ്യണം? പോകണം. അതാണ് അതിന്റെ മറ്റൊരർത്ഥം. എന്നിട്ട് 25-ാം വാക്യം പറയാണ്, സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞനായ പ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടു മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്തവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. അപ്പൊ ഇവിടെ പറയാണ്, സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞനായ പ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടു മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. ഇപ്പൊ നമുക്ക് വചനം മാത്രമേ ഉള്ളൂ മറവി, അല്ലെ? വചനം വായിച്ചാൽ ഒരു ഓർമ്മയില്ല ഭാഷ എന്ന് പറയുന്നത്. പക്ഷെ മറ്റെല്ലാ കാര്യത്തിനും ഓർമ്മയുണ്ട്. ഞാൻ പലപ്പോഴും പറയാനുള്ള ഒരു കാര്യം അതാ. ഇപ്പൊ ഒരാള് നമുക്ക്, അല്ലെങ്കിൽ പലരായിട്ട് നമുക്കൊരു 5 കോടി രൂപ തരാണ്ടെന്നായിരിക്കും. ഒരു 20 പേരാണ് നമുക്ക് പലരായിട്ട് 5 കോടി രൂപ തരാണ്ട്. നമ്മൾ ഇവരെല്ലാവരും പേരോർത്ത് വയ്ക്കുമല്ലോ. ഒരാൾ എത്ര കാശ് തരാണ്ടെന്ന് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഈ ലോകത്തിലെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ബൈബിൾ വായിക്കുവാനും പഠിക്കുവാനും അത് എന്താണ്? നമുക്ക് ഓർമ്മയില്ല. ആ വചനം നമ്മൾ എന്താണ്? ഹൃദയത്തിലാക്കി വെക്കാൻ നമുക്ക് ഓർമ്മയില്ല. അപ്പൊ അത് തന്നെ പിശാചിന്റെ വലിയൊരു തന്ത്രമാണെന്ന് എന്ത് ചെയ്യണം? നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം? മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ആ സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞനായ പ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടു മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ എന്ത് ചെയ്യും? ഭാഗ്യവാനായി തീരും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു വെച്ചു, മത്തായി 7:24 പറയുന്നു, എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. കണ്ടോ? അപ്പൊ ബുദ്ധിയുള്ള മനുഷ്യൻ ആരാണ്? ആ പാറമേൽ വീട് പണിത എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാണെന്ന്. കണ്ടോ? അപ്പോൾ യഥാർത്ഥത്തില് ഈ വചനം
ആ കേട്ട് അനുസരിക്കുന്നവനാണ് ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന് പറയുന്നത്. അത് ലൂക്കോസിൽ ഇത്തിരി കൂടി കർത്താവ് ശരിക്കും വിവരിച്ചിട്ടുണ്ട്. ലൂക്കോസ് 6-ന്റെ 47-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത് ഇങ്ങനെയാണ്: എന്റെ അടുക്കൽ വന്ന് എന്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യനെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ കർത്താവ് പറയാണ്, എന്റെ അടുക്കൽ വന്നിട്ട് എന്റെ വചനം കേട്ടിട്ട് ചെയ്യുന്നവൻ എല്ലാം ഇന്നവനോട് തുല്യൻ ആരാണെന്ന് ഞാൻ എന്ത് കാണിച്ചു തരാം. എന്റെ താഴെ പറയാണ്, ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ. അപ്പൊ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ആരോടാണ് തുല്യൻ? ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യൻ. ഇത് പറയുമ്പോ ഞങ്ങളുടെ നാട്ടിലെ ഒരു ചെക്ക് ഡാം പണിതു. അപ്പം ആ പുഴയുടെ കുറുകെ ഒരു ചെക്ക് ഡാം പണിതു. അപ്പൊ ചെക്ക് ഡാം പണിത് കഴിഞ്ഞിട്ട് ഉദ്ഘാടനത്തിന് തലേ ദിവസം ഭയങ്കരമായൊരു മഴ പെയ്ത് വെള്ളം ഇരച്ച് കലങ്ങി വന്നിട്ട് എന്തുണ്ടായെന്ന് അറിയാമോ? ഈ ചെക്ക് ഡാം പണിതതിന്റെ അടിയിൽ കൂടെ വെള്ളം ഇറങ്ങിയിട്ട് അതെന്ത് ചെയ്തു? അങ്ങനെ വെള്ളം പൊന്തിയിട്ട് ഈ ചെക്ക് ഡാം അപ്പാടെ മറിഞ്ഞു കൊടുക്കും. കാരണം ഈ പുഴ ഭയങ്കര ആഴമുള്ള പുഴയാണ്. ഇതിന്റെ അടിയിൽ വലിയ മരങ്ങളൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അപ്പൊ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇത് ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനം ഇടാതെ, യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണം? പാറയിൽ നിന്ന് എന്ത് ചെയ്യണം? അത് കെട്ടിക്കൊണ്ടുവരേണ്ടതാ. പക്ഷെ ഇവരെന്ത് ചെയ്തില്ല? അത് താഴത്തേക്ക് കുഴിക്കാതെ ഇവരെന്ത് ചെയ്തു? ആ മുകളിൽ, ആ ചെളിയുടെ മുകളിൽ ഇട്ടിട്ട് എന്ത് ചെയ്തു? ചെക്ക് ഡാം പണിതു. അങ്ങനെ പണിത് കഴിഞ്ഞപ്പോ വലിയ മഴ പെയ്തപ്പോ എന്ത് ചെയ്തു? അത് മറിഞ്ഞു വീണു. ഇപ്പൊ അതിൽ കൂടെ കടന്നു പോലും പോകാൻ പറ്റില്ല. കാരണം എന്താണ്? ഇതിന്റെ കമ്പിയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കയറി നിൽക്കുന്നതുകൊണ്ട് ഇപ്പൊ ധൈര്യത്തിൽ നമുക്ക് അവിടെ ചാടി കുളിക്കാൻ പോലും പറ്റില്ല. നേരത്തെ നമുക്ക് ഫ്രീ ആയിട്ട് കടന്നു പോകാം, നല്ല മണലുള്ള സ്ഥലമായിരുന്നു. ഇപ്പൊ അതേപോലെയായി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആ എഞ്ചിനീയർക്ക് അതിന്റെ ഫുൾ കാശ് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഉദ്ഘാടന തലവസായതുകൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, യഥാർത്ഥത്തിൽ വചനം കേട്ട് ചെയ്യുന്നവൻ ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനം വിട്ട് വീട് പണിയാണ്. അപ്പം അടുത്ത കാര്യം എന്താണെന്ന് അറിയാമോ? മറ്റൊരു പണി എന്ന് പറഞ്ഞാൽ എന്താണ്? കേട്ടിട്ട് ചെയ്യാത്തവൻ എന്താണ്? അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ. അപ്പൊ രണ്ടു വിധമായ പണിയെ കുറിച്ച് പറയുന്നത്. മണ്ണിന്മേൽ വീട് പണിതതും ആഴെ കുഴിച്ച് അടിസ്ഥാനം ഇട്ട് പണിതുമായ വീട്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനം ഇട്ട് പണിയണമെങ്കിൽ ചെലവും കൂടുതലാണ്, സമയവും കൂടുതലാണ്. പക്ഷെ മണലിന്മേൽ വീട് പണിയാൻ എളുപ്പമാണ്. ഒന്ന് മാന്തിയിട്ട് എന്ത് ചെയ്യാം? പെട്ടെന്ന് എന്ത് ചെയ്യാം? പണി തീർക്കാം. അപ്പൊ ഇതേപോലെയാണ് ആത്മീയ ജീവിതത്തില് നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ സഹിച്ചിട്ട് വേണം നമ്മുടെ ഈ അടിസ്ഥാനം ഇട്ട്, ക്രിസ്തുവാകുന്ന അടിസ്ഥാനം ഇട്ട് എന്ത് ചെയ്യാം? നമുക്ക് പണി ആരംഭിക്കാം. അപ്പം അത് ഇച്ചിരി പ്രയാസമാണ്. കാരണം വചനം അനുസരിക്കുമ്പോൾ ഇച്ചിരി പ്രയാസം ഉണ്ടത്. പക്ഷെ നമ്മള് ആ വചനത്തിൽ അടിസ്ഥാനമിട്ടാണ് നമ്മൾ പണിയുന്നതെങ്കിൽ എത്ര മഴ വന്നാലും എന്ത് ചെയ്യില്ല? ആ വീടെന്ത് ഒലിച്ചുമില്ല. അതവിടെ പറഞ്ഞ ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ. വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഒഴുക്ക് വീടിനോടടിച്ചു, എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്കെ കൊണ്ട് അത് ഇളകിപ്പോയില്ല. അപ്പോൾ പാറമേൽ അടിസ്ഥാനമിട്ട് പണിത വീടാണെങ്കിൽ എത്ര വെള്ളപ്പൊക്കം വന്നാലും ആ വീട് വീഴില്ല. അതിന്റെ കാര്യം എന്താണ്? അതിന്റെ അടിസ്ഥാനം പാറയിലാണ്. അപ്പൊ ഇതേപോലെയാണ് ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട് പണിയുന്ന ഒരു മനുഷ്യന്റെ ആത്മീയ ജീവിതം തകർത്ത് കളവാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. അതുകൊണ്ടാണ് ദൈവവചനം പഠിക്കണമെന്നും ദൈവവചനം ധ്യാനിക്കണമെന്നും ദൈവവചനത്തിൽ വിശ്വസിക്കണമെന്നും ദൈവവചനം അനുസരിക്കണമെന്നും പറയാനുള്ള കാരണം അതാണ്. അപ്പൊ അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവവചനം പഠിച്ച് ധ്യാനിച്ച് നമ്മുടെ അനുസരണ പദത്തിലേക്ക് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ അവിടെ പറയുകയാണ് അടുത്ത 49-ാം വാക്യം: കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ. ഒഴുക്ക് അടിച്ച ഉടനെ അത് വീണു, ആ വീടിന്റെ വീഴ്ച വലിയതുമായിരുന്നു. കണ്ടോ? അപ്പൊ അടിസ്ഥാനം കൂടാതെ പണിതത് അല്ലെ? അതൊക്കെ എന്താണെന്നറിയാമോ? ഈ രോഗസൗഖ്യവും അതേപോലെ വിടുതലും കെട്ടും ബന്ധനവും ഒക്കെ പറഞ്ഞിട്ട് ഇന്ന് അനേകർ എന്ത് ചെയ്യാണ്? വചനത്തിൽ ആശ്രയിക്കാതെ പ്രവാചകന്മാരുടെ പുറകെ കുറെ പോകുന്ന ടീമുകളുണ്ട്. അപ്പൊ അതൊക്കെ രോഗസൗഖ്യത്തിനൊക്കെ വേണ്ടിയാണ് നമ്മൾ വന്നതെങ്കിൽ യഥാർത്ഥമായ വചനം അനുസരിച്ച് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാനല്ല, ഈ ലോകത്തിലെ താൽക്കാലികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വിശ്വാസത്തിലേക്ക് വന്നെങ്കിൽ നമുക്ക് ഒരിക്കലും നിലനിൽക്കാൻ കഴിയത്തില്ല. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കാറ്റുകളും കൊടുങ്കാറ്റും വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ അവന് ഒരിക്കലും നിലനിൽക്കുവാൻ കഴിയത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതം എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ട് കെട്ടിപ്പടുക്കണമെങ്കിൽ വചനം കേട്ട് നമ്മൾ അനുസരിക്കണം. ഓരോ വചനത്തിന് മുമ്പിൽ നമ്മൾ സമർപ്പിക്കണം. ഞാൻ ബൈബിൾ കോളേജിൽ പോകുമ്പോൾ എൻ്റെ 21-ാമത്തെ വയസ്സിലാണ് ഞാൻ ബൈബിൾ കോളേജിൽ പോകുന്നത്. അപ്പൊ അവിടെ ചെന്നപ്പം ഞാൻ തനിയൊരു പിന്മാറ്റക്കാരനായി ഇങ്ങനെ ഒരു ജഡീക മനുഷ്യനായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദൈവം ഒരു സെക്കൻഡ് ചാൻസ് എനിക്ക് തന്ന് ഒരു മാനസാന്തരം വന്ന് ഞാൻ ബൈബിൾ കോളേജിൽ പോകുന്നത്.
അവിടെ ചെന്നപ്പോൾ ഞാൻ ഈ മത്തായി വിശേഷം 5, 6, 7 അധ്യായങ്ങളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് എന്താ പറയാ, എനിക്ക് ഒന്നും ഇത് അനുസരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അനുസരിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇത് എന്ന് അനുസരിക്കാൻ പറ്റും എന്ന് എന്റെ മനസ്സിൽ ഭയങ്കര ഒരു ആകുലത വന്നു. കാരണം ഇതൊക്കെ നമുക്ക് അനുസരിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ നിയമങ്ങളാണ് മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ. അപ്പോൾ ഈ അധ്യായങ്ങൾ നിങ്ങൾ നിശ്ചയമായിട്ടും വായിക്കണം. 3, 4, 5 ആവർത്തിയൊക്കെ വായിക്കണം. ഞാൻ ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ്. എന്നിട്ട് ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ കരഞ്ഞു, കർത്താവ് ഈ വചനങ്ങൾ അനുസരിക്കാൻ എനിക്ക് കൃപ തന്നേ പറ്റൂ. എനിക്ക് ഇത് അനുസരിക്കാതെ എനിക്ക് പ്രസംഗിക്കാൻ കഴിയില്ല. ഞാൻ 5 വർഷമൊക്കെ ബൈക്കോളജി പഠനം കഴിഞ്ഞിട്ടും 5 വർഷമൊക്കെ ഞാൻ പല വചനങ്ങളും പ്രസംഗിച്ചിരുന്നില്ല. അതിന്റെ കാര്യം എനിക്കത് അനുസരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പൊ എനിക്ക് അനുസരിക്കാൻ കഴിയാതെ ഞാൻ ഒരിക്കലും ഞാൻ നിങ്ങളിലേക്ക് അത് പകർന്നു തന്നിട്ട് കാര്യമില്ല. ഞാനത് പ്രസംഗിച്ചിട്ട് കാര്യമില്ല, അത് പ്രയോജനം ചെയ്തില്ല. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം, ഈ വചനം പ്രസംഗിക്കാനല്ല ഞാൻ വചനം പഠിക്കുന്നത്, എന്റെ ജീവിതത്തിലേക്ക് അത് പ്രാവർത്തികമാക്കുവാൻ, അനുസരണപഥത്തിലേക്ക് ആക്കുവാനാണ് ഞാൻ വചനം പഠിക്കുന്നത്. അങ്ങനെ പഠിച്ച് ഞാൻ അനുസരിച്ചിട്ടാണ് അത് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത്. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ശുശ്രൂഷ എന്നല്ല ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം എങ്ങനെയാണ്, ഒന്നാമതായിട്ട് ദൈവമായിട്ടുള്ള ബന്ധം, 2 നമ്മുടെ കുടുംബമായിട്ടുള്ള ബന്ധം ക്ലിയർ ആകണം, 3ാമതാണ് കർത്താവിന്റെ വേല എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബജീവിതം ശരിയാകാതെ, വചനം അനുസരിക്കാതെ നമുക്ക് ഒരിക്കലും ശുശ്രൂഷ ചെയ്യാൻ കഴിയത്തില്ല. ഇന്ന് പലരും വേല എന്ന് പറഞ്ഞ് കുടുംബമൊക്കെ വിട്ടിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ബൈബിൾ അത് ഒരിക്കലും അതിന് എന്താണ് അത് അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ ബൈബിൾ എപ്പോഴും പറഞ്ഞ ശുശ്രൂഷകന്മാർ ഏകഭാര്യയുള്ളവരും മക്കളുള്ളവരുമായിരിക്കണം. അപ്പൊ അങ്ങനെ കുടുംബത്തെ ഭരിക്കാൻ അറിയുന്നവനാണ് ദൈവസഭയെ ഭരിക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, കുടുംബത്തിൽ ഐക്യതയില്ലാതെ നമുക്ക് ഒരിക്കലും ദൈവിക ശുശ്രൂഷ ചെയ്യാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ പിശാചിന്റെ കുടുക്കിലും കെണിയിലും എന്ത് ചെയ്യും, അകപ്പെട്ടു പോകുവാനിടയാകും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ വചനം കേട്ടെന്തിണം, നമ്മൾ അനുസരിക്കുന്നവരാകണം. അങ്ങനെ ഞാൻ ബൈക്കോളജി പഠിക്കുമ്പോൾ ഒരുപാട് 7, 21, 40 ദിവസമൊക്കെ ഉപവസിക്കാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഈ ലോകത്തിലെ ഒരു ജ്ഞാനം കിട്ടാൻ വേണ്ടിയല്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞെങ്ങനെയാണ്, കർത്താവേ, ഈ ലോകത്തിലെ ജ്ഞാനമൊന്നും എനിക്ക് തന്നില്ലെങ്കിലും എനിക്ക് സ്വർഗീയ ജ്ഞാനം തരണം, ഈ വചനം പഠിക്കാനുള്ള ജ്ഞാനം എനിക്ക് തരണം, ഇതനുസരിക്കാനുള്ള കൃപ എനിക്ക് തരണമെന്ന് പറഞ്ഞ് അനേക ദിവസങ്ങൾ ഉപവാസം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. 3.5 ദിവസമൊക്കെ വെള്ളം പോലും കുടിക്കാതെ, ഭക്ഷണമോ വെള്ളം പോലും കുടിക്കാതെ ഈ വചനം അമ്മ ഹൃദയസ്ഥമാക്കുവാൻ വേണ്ടി, വചനം അനുസരിക്കുവാൻ വേണ്ടി ഞാൻ ദൈവത്തിന്റെ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതാ പൗലോസ് പറഞ്ഞത്, ഞാൻ പ്രസംഗിച്ച ശേഷം കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിച്ചടിമയാക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തില് ഈ വചനം അനുസരിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവ് എന്താ പറഞ്ഞതെന്നറിയാമോ? ആമേൻ. ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം കർത്താവ് പറഞ്ഞത് എങ്ങനെയാണ്? മത്തായി 17:21 പറയുന്നു, എങ്കിലും ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല. ഏത് ജാതിയെ കുറിച്ചാ അവിടെ പറഞ്ഞ? ഒറ്റ ജാതിയുള്ളൂ, അവിശ്വാസം എന്ന ജാതിയെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. കാരണം ഒരപ്പൻ തന്റെ മകന്റെ ഭൂതത്തെ പുറത്താക്കാൻ വേണ്ടി യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ ശിഷ്യന്മാർക്ക് ഭൂതങ്ങളെ പുറത്താക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ടാണ് മത്തായി 17:17 പറയുന്നു, അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ ഞാൻ നിങ്ങളെ എത്രത്തോളം സഹിക്കും എന്ന് കർത്താവ് പറഞ്ഞിട്ട് ആ കൊച്ചിനെ എന്റെ അടുക്കൽ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ആ ഭൂതത്തെ പുറത്താക്കി. എന്നിട്ടാണ് യേശു കർത്താവ് പറയുന്നത്, എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല. ഏത് ജാതി? അവിശ്വാസം എന്ന ജാതി നീങ്ങിപ്പോകത്തില്ല എന്ന കർത്താവ് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ സകലം നമുക്ക് നഷ്ടപ്പെടും. കർത്താവിലുള്ള ആശ്രയം നഷ്ടപ്പെട്ടു പോകും. അവൻ വിശ്വാസത്താലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നമ്മൾ ഇന്നലെ ചിന്തിച്ചതാണ്. അപ്പോൾ യഥാർത്ഥമായിട്ട് പിശാച് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി കളയുക എന്നുള്ളതാണ് പിശാചിന്റെ പദ്ധതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, വചനം കേൾക്കുകയും നമ്മളത് അനുസരിക്കുകയും ചെയ്യണം. കർത്താവ് പറഞ്ഞു, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നൽകാമെന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് മുൻപേ അവന്റെ രാജ്യം നീതി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് പോകാനുള്ള കുറവുകളെ കണ്ടുപിടിച്ച് അതിനു വേണ്ടിയാണ് ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടത്. നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെയും നിന്നെ പിന്തുടരുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നമ്മൾ അതിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല. യഥാർത്ഥമായിട്ട് നമ്മൾ കർത്താവിന്റെ വചനം അനുസരിക്കുകയാണ് വേണ്ടത്. ഒരു ദൈവവേദൻ അതിനുവേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. നിരന്തരമായിട്ട് ദൈവവചനം കേൾക്കണം. ദൈവവചനം ഫുഡാണ്, അത് നിരന്തരം നമ്മൾ ഭക്ഷിക്കണം. ആമേൻ. ഈ വചനം നമ്മൾ നിരന്തരം കഴിക്കണം. ആമേൻ. ഈ വചനം എന്ന മായമില്ലാത്ത പാൽ നമ്മൾ നിരന്തരം കുടിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആത്മീക വളർച്ച ഉണ്ടാകത്തുള്ളൂ. അതിന് ഇന്ന് പിശാചി എന്ന കാര്യം എന്താ പറയാമോ? ദൈവവചനം വായിക്കുവാനും ധ്യാനിക്കുവാനും നമ്മെ സമ്മതിപ്പിക്കുന്നില്ല. മറ്റു ലോകപരമായ കാര്യങ്ങളിലേക്ക് നമ്മളെ ബിസിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. അത് പിശാചിന്റെ വലിയൊരു തന്ത്രമാണ്. ഈ വചനം എന്ന് പറയുന്നത് എഫേസ്യ ലേഖനം 6:17 പറഞ്ഞു, ദൈവവചനം എന്ന ആത്മാവിന്റെ വാള്, പിശാചിനോട് യുദ്ധം ചെയ്യുവാനുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധമാണ് വാളെന്ന് പറയുന്നത്. അപ്പൊ ദൈവവചനം ആത്മാവിന്റെ വാളാണ്. ഈ വചനം എടുത്തുകൊണ്ട്
നമ്മൾ ഉരുവിട്ടുകൊണ്ട് ഈ വചനത്തെ നമ്മൾ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ പിശാചിന്റെ പദ്ധതികളൊന്നും നടക്കത്തില്ല. നമ്മൾ ആത്മീയ ബലം പ്രാപിച്ചവരായി പിശാചിനോട് യുദ്ധം ചെയ്യുമെന്ന് പിശാച് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്ന് വചനം വായിക്കാനുള്ള താല്പര്യം നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് വ്യക്തിപരമായിട്ടൊരു ബന്ധം കർത്താവിന് തന്നെ വേണം. നമ്മൾ വചനം ധ്യാനിക്കുകയും വചനം പഠിക്കുകയും ചെയ്യണം. മാർത്തയെ പോലെയല്ല, മറിയയെ പോലെ കർത്താവിന്റെ കാൽക്കലിരുന്ന് പഠിക്കണം. അത് അവളിൽ നിന്ന് ആരും എടുത്തു കൊണ്ടുപോകത്തില്ലെന്നാണ് കർത്താവ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവവചനത്തിൽ നമ്മൾ ആശ്രയിക്കണം. ദൈവവചനത്തിൽ നമ്മൾ ബലപ്പെടണം. ദൈവവചനം അനുസരിക്കണം. അതുകൊണ്ടാണ് ഈ വെളിപ്പാട് പുസ്തകം പറഞ്ഞു വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യപ്രകാരം പറയുന്നു, ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയമടുത്തിരിക്കുന്നു. അപ്പൊ ഇവിടെ പറയാണ്, വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് പറയാൻ, ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾക്കുന്നവൻ ഭാഗ്യവാനാണ്, അത് കേൾക്കുന്നവരും ഭാഗ്യവാന്മാരാണ്, അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാരെന്ന് പറയുന്നു. എന്നിട്ട് 22-ാം അധ്യായം വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒന്നും കൂടി പറയുന്നു, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. അവസാനം പറഞ്ഞു വെക്കുകയാണ്, ഈ പ്രവചന പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. കേൾക്കുന്നവര് ഭാഗ്യവാന്മാരാണ്, കേൾപ്പിക്കുന്നവരും ഭാഗ്യവാന്മാരാണ്. പക്ഷേ കൂടുതൽ ഭാഗ്യം ആർക്കാണ്? ഈ വചനം പ്രമാണിക്കുന്നവർക്ക്. ഈ വചനം അനുസരിക്കുന്നവനാണ് യഥാർത്ഥമായ ഭാഗ്യവാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ വചനം കേൾക്കുമ്പോൾ അതിനെ തള്ളിക്കളയാതെ ആ വചനത്തെ നമുക്ക് അനുസരിക്കുന്നവരായിരിക്കാം. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരുമായിരിപ്പീ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു. ആമേൻ.